പൊന്നാര ചങ്ങായി പിന്നെ എൻ്റെ നോമ്പർപ്പിക്കലായിരുന്നു. ആടോ നോമ്പർപ്പിക്കലായിരുന്നു, നല്ല ഉഷാറായിരുന്നു. എന്നോട് പറഞ്ഞ് അമ്മായിമ്മയും അമ്മോസിനൊക്കെ പറഞ്ഞ് എൻ്റെ ചങ്ങായിമാരൊക്കെ കൂട്ടിക്കോന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ 3 വണ്ടി ആളിട്ട് അങ്ങോട്ട് പോയിട്ടോ. 3 വണ്ടി ആളിട്ട് പോയി. എടോ എന്താണ് എനിക്ക് ആകെ കയ്യിലായിട്ട് ഒരു ഉറുപ്പ്യല്ല. പിന്നെ അവിടുന്ന് കിട്ടുമല്ലോ വെച്ചിട്ട് ഞാൻ 3 വണ്ടിയൊക്കെ ഏൽപ്പിച്ച് ഞാൻ വണ്ടിയിട്ട് പോയി. വണ്ടിയിട്ട് പോയിട്ട് എല്ലാവരും നല്ല നോമ്പറന്ന് എല്ലാ സാധനവും ഉണ്ടായിരുന്നു. എല്ലാവരും ഒക്കെ നല്ലോണം തിന്നു. ഫ്രൂട്ട് ഞാനൊക്കെ കണ്ടമാനായിരുന്നു. എന്നിട്ട് പോരാൻ നേരത്തെ ഞാൻ അമ്മായിമാനോടും അമ്മച്ചനോടും ഞാൻ പറഞ്ഞു, ഞാൻ പോവാട്ടാ പറഞ്ഞു. ആയിക്കോട്ടെ ഇന്ന് പോകണോ വെച്ചോ. ഞാൻ പോവാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്ന് നോക്കി. നമുക്ക് ഒരു കവർ തല്ലുണ്ടല്ലോ, അത് ഇപ്പോൾ എടുത്ത് ഒഴിവാക്കിക്കണത്രേ. എന്നിട്ട് എനിക്കറിയില്ലല്ലോ അത്. ഞാൻ ഈ പൈസ കിട്ടിയിട്ടാണ് ഈ വണ്ടിയുടെ വാടക കൊടുക്കാനേ. എൻ്റെ അടുത്താച്ച ഒരു ഉറുപ്പ്യല്ല. ഓടോ അങ്ങനെ ഞാൻ എന്നാൽ ശരി പോയിക്കോ, നാളെ പോയപ്പോൾ പറഞ്ഞു. ആയിക്കോട്ടെ പറ്റൂല, ഞാൻ പോവുകയാണ് പറഞ്ഞു. അങ്ങനെ നാളിലേക്ക് പണിയുള്ളതാണ് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തരുന്നതാണല്ലോ പെണ്ണുങ്ങളറിഞ്ഞ് പോരുന്ന പറഞ്ഞു. ഞാൻ പറഞ്ഞു നിൽക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് പൈസ ഇല്ലാനും വെള്ളോടും പറയാൻ പറ്റൂലല്ലോ. അങ്ങനെ ഒന്നുപാടെ ഞാൻ പറഞ്ഞു പോവുകയാണെന്ന്. പോയിക്കോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വലിയ തരുന്നാണല്ല. അങ്ങനെ ഞാൻ കുറച്ച് നേരം പാടെ വണ്ടിക്കാരൊക്കെ ഇങ്ങനെ വിളിക്കുക, ചെക്കന്മാരൊക്കെ ഇങ്ങനെ വിളിക്കുക, വായി വന്നാൽ ഞാൻ ഒന്നും പാടെ ചെന്നിട്ട് ഞാൻ അമ്മോസിനും അമ്മായിമാൻ്റെ കജ്ജ് പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ പോവുകയാണ് കേട്ടാ. ഞാൻ പോവുകയാണ്, പിന്നെ വരണ്ട് പോവുകയാണെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഇജ്ജ് പോയിക്കോന്ന് പറഞ്ഞു. ഇജ്ജല്ലേ കുറച്ച് നാട്ടിൽ പറഞ്ഞ് പോവുകയാണെന്ന്. എന്നാൽ പോയിക്കോന്ന് പറഞ്ഞു. ഇവിടെ വേറെ പരിപാടി ഉണ്ടായിട്ട് പോകാനങ്ങ് പോയിക്കോന്ന് പറഞ്ഞു. പൊന്നാര ചങ്ങായി ഒരു ഉറുപ്പ്യ കിട്ടിയില്ല, ഒരു കവറും കിട്ടിയില്ല, ഒരു ഉറുപ്പ്യ തന്നെ കിട്ടിയില്ല. വണ്ടി വാടക ചങ്ങായി കടാണ്. ഞാനിനി എന്താ ചെയ്യിച്ചാന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത് എന്താ ചെയ്യാന്ന് എനിക്കറിയില്ല. ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ പെണ്ണുങ്ങളെ ഒരു 3 തരം പണയം വെച്ചിട്ടാണ് ഞാൻ ആ പൈസ കൊടുത്തത്. ആരോ